ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാ പ്രാവശ്യം സൗത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ തയ്യാറാക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് സൗത്ത് ഇന്ത്യൻ ഡിഷ് ഒന്ന് മാറ്റിയിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷിലേക്ക് പോയാലോ? പനീർ 65 തയ്യാറാക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. അതിനായി ഒരു 1/2 കിലോ മിൽക്ക് മിസ്റ്റിൻ്റെ പനീർ എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് തന്നെയാണ്. പാത്രത്തേക്ക് ഇടാം. മസ്റ്റേർഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. കസ്തൂർ മേത്തി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ക്യാപ്സിക്കം ഒരു 1.5 മുറി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കോൺഫ്ലവർ, ആവശ്യത്തിന് മൈദ, 2 സബോള കട്ട് ചെയ്തത്, പൊടിച്ചു വെച്ച ഗരം മസാല, കുറച്ച് യെല്ലോ കളർ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. വേപ്പില, ഇൽമയുടെ തൈര് എടുക്കുന്നുണ്ട്, കുറച്ചേ എടുക്കുള്ളൂ. ഇതിന്ന് വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം മസാല തയ്യാറാക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ, കുറച്ച് കസ്തൂർ മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷിലെ മെയിൻ സാധനമാണ് കസ്തൂർ മേത്തി. ഗരം മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫുഡ് കളർ യെല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചാണ് ഇടുന്നത്, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. കുറച്ച് മസ്റ്റേർഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മസ്റ്റേർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കടുകെണ്ണയാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിക്കേണ്ടവർക്ക് വിനാഗിരി ഒഴിക്കാം. ഞാൻ കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും മസ്റ്റേർഡ് ഓയിലും മാത്രം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. ഇനി ക്യാപ്സിക്കം കട്ട് ചെയ്തത്, സബോള കട്ട് ചെയ്തത്, പനീർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗരം മസാലയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. പനീർ ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. ഗൈസ്, ഭയങ്കര മഴയായിരുന്നു, അപ്പോൾ സ്ഥലമൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അവസാന ട്രിപ്പും കോരിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളി പനീർ 65 റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.